പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ദൈവം നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലഹരിയെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാര്യം പലരുമായിട്ട് എനിക്ക് സഹകരണമുള്ളതുകൊണ്ട് പലരും എൻ്റെ അടുത്തും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഈ ലോകത്ത് നമ്മളെല്ലാവരും ഈ ഭൂമിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ജനങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ജനമാണ്. ഈ ഭൂമി കാണുന്ന എല്ലാവരും ദൈവത്തിൻ്റെ ജനമാണ്. പിന്നെ അവർക്ക് മക്കളുണ്ട്, അവരെ മക്കളുണ്ട്, ചെറുമക്കളുണ്ട്, മരുമക്കളുണ്ട്. അപ്പോൾ നമ്മളെ അച്ഛനെ അച്ഛാന്ന് വിളിക്കും, നമ്മളെ അമ്മേനെ അമ്മ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും വയസ്സായി കഴിഞ്ഞാൽ അവരെ ഇവിടെ ചില ആൾക്കാർ വിളിക്കുന്ന വിളിയാണ് അപ്പുപ്പ എന്ന് വിളിക്കും, അമ്മയെ കണ്ട അമ്മുമ്മ എന്ന് വിളിക്കും, ചിലർ മാമി എന്ന് വിളിക്കും. അപ്പോൾ പല രീതിയിലും ചിലർ കുഞ്ഞമ്മ എന്ന് വിളിക്കും, ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ അച്ഛനും അമ്മയും വയസ്സായി, 80 വയസ്സായി, 90 വയസ്സായി, 100 വയസ്സായെന്ന് വിചാരിച്ച് ദൈവം ഇവരെ കണ്ടുകൊണ്ട് അപ്പുപ്പ അമ്മുമ്മ എന്ന് ദൈവം വിളിക്കില്ല. കാര്യം ഇവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അപ്പുപ്പനെയും അമ്മുമ്മയും അവരുടെ സമയമാകുമ്പോൾ ദൈവം വിളിക്കുന്ന വിളിയാണ് മോളെ ഇനി കയറി വാ എന്ന് പറയും, മോനെ ഇനി കയറി വാ എന്ന് പറയും. അപ്പോൾ നമ്മൾ വിളിക്കും പോലെ അപ്പുപ്പ അമ്മുമ്മ എന്നൊന്നും ദൈവം വിളിക്കില്ല. കാര്യം ഈ ഭൂമി കാണുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ദൈവം ഇവരുടെ ആ സമയമാകുമ്പോൾ ദൈവം പറയും, മോനെ ഇനി കയറി വാ, മകളെ ഇനി കയറി വാ എന്ന് ദൈവം പറയും. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ അന്നത്തെ അവരുടെ സാമ്പത്തികം വളരാൻ വേണ്ടി പണ്ട് കാലത്ത് ആൾക്കാർ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അന്നത്തെ ബോറടി മാറ്റാൻ വേണ്ടി, അന്നത്തെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി, അന്ന് ജീവിതത്തിനൊരു സുഖം കിട്ടാൻ വേണ്ടി പണ്ട് കാലത്ത് ആൾക്കാർ ബീഡി കണ്ടുപിടിച്ചു. അതിനു മുമ്പ് ചുരുട്ട് കണ്ടുപിടിച്ചു. പിന്നെ വന്നപ്പോൾ മദ്യം കണ്ടുപിടിച്ചു, വാറ്റുചാരായം കണ്ടുപിടിച്ചു, പിന്നെ കഞ്ചാവ് കണ്ടുപിടിച്ചു. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ചിലർ പറയുന്നു, ഇതെല്ലാം ഭൂമിയിൽ ദൈവമല്ലേ വെച്ചത്, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ചുകൂടെ? സഹോദര, ഭൂമിയിൽ നല്ലതും ചള്ളതും ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതേതെന്ന് നമ്മൾ തിരിച്ചറിയണം, ചള്ളതേതെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നല്ലത് നമ്മൾ സ്വീകരിക്കണം, ചള്ളതിനെ നമ്മൾ കളയണം. ഇവിടെ എലിയെ കൊല്ലാൻ വേണ്ടി എലിവിഷം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പലരും ഈ എലിവിഷം വാങ്ങിച്ച് എലിയെ കൊല്ലുന്നുണ്ട് എന്ന് വിചാരിച്ച് ഈ എലിവിഷം വാങ്ങിച്ച് എല്ലാവരും കഴിച്ച് മരിക്കുന്നില്ല. മരിക്കണമെന്ന് താല്പര്യമുള്ള ചില വ്യക്തികളാണ് പോയി ഈ എലിവിഷം വാങ്ങിച്ച് മരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ച് മരിക്കണമെന്നില്ല. അപ്പോൾ നല്ലതിനെ നമ്മൾ സ്വീകരിക്കണം, ചള്ളതിനെ ദൈവം നമ്മൾ കളയണം. അപ്പോൾ അതിനുള്ള ബുദ്ധിയും അറിവും പരിജ്ഞാനവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ചള്ളതിനെ കളയണം, നല്ലതിനെ ദൈവം നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ഭൂമിയിൽ നല്ലതും ചള്ളതും ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മനുഷ്യന് ഉപയോഗിക്കേണ്ടതാണ്, എല്ലാം മനുഷ്യന് സ്വീകരിക്കേണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നല്ലതിനെ സ്വീകരിക്കുക, ചള്ളതിനെ കളയുക. അപ്പോൾ പിന്നെ വാറ്റുചാരായം, പിന്നെ അല്ലാതെ കള്ളർ മദ്യങ്ങൾ, പിന്നെ കഞ്ചാവ്, പിന്നെ വന്നപ്പോൾ MBM, പിന്നെ ആഷ് ഓയിൽ, പിന്നെ അങ്ങനെ പല ലഹരി മരുന്നുകളും മനുഷ്യൻ കണ്ടുപിടിച്ചു. എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തികം വളരണം, അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം, അവർക്ക് വിലപിടിപ്പുള്ള കാറുകളിൽ യാത്ര ചെയ്യണം, അവർക്ക് നല്ല വീടുകളിൽ യാത്ര ചെയ്യണം, അവർക്ക് നല്ല വസ്ത്രങ്ങൾ അണിയണം, അവരുടെ മക്കളും ഭാര്യയും നല്ല രീതിയിൽ ജീവിക്കണം, അടിച്ചു പൊളിച്ച് പോകണം. മറ്റൊരുത്തൻ വെള്ളമടിച്ച് റോട്ടിൽ കിടന്നാലും അവന് പ്രശ്നമില്ല. മറ്റൊരുത്തൻ കഞ്ചാവ് വലിച്ച് റോട്ടയിൽ നടന്ന് പ്രാന്തായാലും അവന് പ്രശ്നമില്ല. മറ്റൊരുത്തൻ MBM അടിച്ച് പ്രാന്തായാലും അവന് പ്രശ്നമില്ല. അവന് എൻ്റെ ബിസിനസ് വളരണം, എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം, എനിക്ക് സന്തോഷിക്കണം. എൻ്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രത്തോളം ഉണ്ടാക്കുക. എവിടെയൊക്കെ വസ്തുക്കൾ വാങ്ങിച്ചിടാൻ പറ്റുമോ അത് വാങ്ങിക്കുക. ഏതൊക്കെ വണ്ടികൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വാങ്ങിക്കുക. മറ്റൊരുത്തൻ എങ്ങനെ പോകുന്നു എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ ബിസിനസ് വളരുക, എൻ്റെ ബിസിനസ്സിനെ
പറ്റുമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മറ്റുള്ള വ്യക്തികൾക്ക് ബ്രാഞ്ചുകൾ കൊടുക്കുക. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബ്രാഞ്ചുകൾ കൊടുത്ത് എവിടെയൊക്കെ മദ്യവും കഞ്ചാവും MBMഉം വിൽക്കാൻ പറ്റും ആ രീതിയിലൊക്കെ വിൽക്കാൻ ശ്രമിക്കുക. എൻ്റെ സമ്പത്ത് വളർത്തുക എന്നുള്ള ചിന്തകളാണ് പലർക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രത്തോളം MBMഉം കഞ്ചാവും ഹാഷ് ഓയിലും പല ലഹരി മരുന്നുകളും ഇത്രത്തോളം വളർന്ന കാര്യം. അവരുടെ ബിസിനസ് വളരണം, അവർക്ക് ഇത് ചെയ്ത് വിജയ മാർക്കറ്റിംഗ് നടത്തണം. മറ്റുള്ളവ എങ്ങനെ പോയാലും അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ പറ്റിയത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ വെള്ളമടിക്കും, പുകയൊക്കെ വലിക്കും, അത്യാവശ്യം കഞ്ചാവ് ഉപയോഗിക്കും, എന്നാൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുകയും ചെയ്യും. എന്നിട്ടും എൻ്റെ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ പോയി. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ അങ്ങനെ പോകരുത്, ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, പിന്നെന്തിനാണ് നീ അങ്ങനെ പോണത്, അതുകൊണ്ട് നീ അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. അവൾ അവൻ്റെ കൂടെ വീണ്ടും കറങ്ങാൻ വേണ്ടിയും പല സ്ഥലത്തും റൂം എടുക്കുകയും താമസിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് 2 മക്കളുണ്ട്. അങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വെട്ടുകത്തി എടുത്ത് അവളെ കഴുത്തിന് വെട്ടി, അവളെ കാലിന് വെട്ടി, അവളെ നടുവിന് വെട്ടി. അങ്ങനെ വെട്ടി ഒരു പരുവമാക്കി. അവളിപ്പോഴും മരിച്ചിട്ടില്ല, അവളിപ്പോഴും ആശുപത്രി കിടക്കുകയാണ്. സഹോദരി, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നീ വെള്ളമടിക്കുന്നു, നീ പുകവലിക്കുന്നു, കഞ്ചാവ് അടിക്കുന്നു, നിൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, എന്തുകൊണ്ടും അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത്, നിന്നിൽ നിന്ന് എന്തോ കാര്യങ്ങൾ നിൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല. കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്ത് അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയി. നിന്നിൽ നിന്നുള്ള സ്നേഹം അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അവൾ വേറൊരുത്തൻ്റെ കൂടെ പോകില്ലായിരുന്നു, അവൾ വേറൊരുത്തൻ്റെ ആശ്രയിക്കത്തില്ലായിരുന്നു. പക്ഷെ നിന്നിലുള്ള കുറവുകളാണ് ഇതെല്ലാം പ്രശ്നം. എന്തുകൊണ്ട് സംഭവിച്ചു? നിൻ്റെ മദ്യപാനം, നിൻ്റെ കഞ്ചാവടി, നിൻ്റെ MBM, ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് നീ ലഹിച്ച് ജീവിച്ചുകൊണ്ട് നിൻ്റെ ജീവിതം നിനക്ക് നോക്കാൻ കഴിഞ്ഞില്ല, അത് തെറ്റിപ്പോയി. അങ്ങനെ പലർക്കും പല പ്രശ്നങ്ങളും നടക്കുന്നു. എൻ്റെ ഒരു ബന്ധുവായൊരു പയ്യൻ തന്നെ, അവൻ വെള്ളമടിച്ച് ബോധമില്ലാതെ വീട്ടിൽ വന്നു. അവൻ്റെ ഭാര്യയായിട്ട് വഴക്കുകൂടി അവൻ്റെ ഭാര്യയെ അടിച്ച് അവൾ ബോധമില്ലാതെ കിടന്നപ്പോൾ അവൻ വിചാരിച്ചു ഇവൾ മരിച്ചെന്ന് വിചാരിച്ചു. ഇവൻ ഒരു കയറെടുത്ത് അവിടെ ഉത്തരത്തിൽ കെട്ടിയിട്ട് ഈ കയറ്റിലെടുത്ത് ഇവളെ കെട്ടി തൂക്കി അങ്ങ് നിർത്തി. അപ്പോഴാണ് അവൾ മരിച്ചില്ലെന്ന് മനസ്സിലായത്. അപ്പോഴത്തേക്കും ഈ തൂക്കൻ്റെ ഇതിൽ അവൾ മരിച്ചു. ഇവൻ പിന്നെ ബോധമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവിടെ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ആൾക്കാരൊക്കെ അറിഞ്ഞു. എല്ലാവരും വന്നപ്പോൾ ഇവൻ അവിടെ കിടക്കുന്നു, ഇവൾ തൂങ്ങി നിൽക്കുന്നു. അപ്പോൾ അവൻ്റെ മദ്യലഹരിയിൽ അവൻ ചെയ്ത കാര്യങ്ങളാണ്. അവന് സ്വയബോധമുണ്ടായിരുന്നെങ്കിൽ അവനത് ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ മദ്യം നമ്മളെ വഴിതെറ്റിക്കും, മദ്യം നമുക്ക് ദോഷമാണ്. അതുകൊണ്ട് നാട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങളോട്, പ്രിയ മക്കളോട്, സ്കൂളിൽ പഠിക്കുന്ന മക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങളാരും മദ്യം കഴിക്കരുത്, ലഹരി സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങളുടെ അമ്മയല്ല നിങ്ങളെ ശത്രു മദ്യമാണ്. നിങ്ങളെ അച്ഛനല്ല നിങ്ങളെ ശത്രു കഞ്ചാവാണ്. നിങ്ങളെ സഹോദരങ്ങളല്ല നിങ്ങളെ ശത്രു MBM ആണ്. അപ്പോൾ ഈ ബന്ധുക്കളും നമ്മളെ അയൽക്കാരും നമ്മളെ നാട്ടുകാരും ആരും നമ്മളെ ശത്രുവല്ല. നമ്മളെ ശത്രു MBMഉം കഞ്ചാവും ഹാഷ് ഓയിലും അങ്ങനെ ലഹരിയായ പല സാധനങ്ങൾ ഭൂമിയിലുണ്ട്. ഇതെല്ലാം നമ്മുടെ ശത്രുവാണ്. ഇതെല്ലാം നമ്മളെ നശിപ്പിക്കുന്നതാണ്. നമ്മളെ അടുത്ത് താമസിക്കുന്നവർ നമ്മളെ ശത്രുവല്ല, അവർ നമ്മളെ സുഹൃത്താണ്, അവർ നമ്മളെ സഹോദരങ്ങളാണ്. അപ്പോൾ നമ്മുടെ ശത്രുക്കൾ ഇവരൊക്കെയാണ്. മദ്യവും കഞ്ചാവും MBMഉം ഹാഷ് ഓയിലും അങ്ങനെ ലഹരി വസ്തുക്കളായ എന്തെല്ലാം സാധനമുണ്ടോ ഇതെല്ലാം നമ്മളെ ശത്രുവാണ്. ഇവരെല്ലാം നമ്മളെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളും മറ്റുള്ള സഹോദരങ്ങളും ഇവരെ ആരെയും കൂട്ടുപിടിക്കരുത്. ഇവരെല്ലാം കൈയൊഴിയുക, ഇവരെല്ലാം നശിപ്പിച്ച് കളയുക. നമ്മളെ സർക്കാർ അങ്ങനെ ഈ ലഹരികളെല്ലാം ഇപ്പോൾ പിടിച്ചെടുത്ത് എല്ലാം നശിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മളെ നാട് തന്നെ, ചില ആൾക്കാർ പറയും ഇപ്പോൾ നമ്മളെ നാട് സ്വർഗമാണ്, ഇപ്പോൾ നമ്മളെ നാട് ദൈവത്തിൻ്റെ നാടാണെന്ന് ചില ആൾക്കാർ പറഞ്ഞു തുടങ്ങും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശുദ്ധീകരണങ്ങൾ നമ്മളെ നാട്ടിലായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മളെ നാട്ടിലായിരിക്കുന്ന മന്ത്രിമാരും നമ്മളെ നാട്ടിലായിരിക്കുന്ന ജനങ്ങളും
ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെ നാട്ടിനെയും നമ്മളെ നാട്ടിലായിരിക്കുന്ന വ്യക്തികളെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇങ്ങനെ പോയി അനേക നാളുകൾ കഴിയുമ്പോൾ നമ്മളെ നാട് തന്നെ സ്വർഗമാവും. നമ്മളെ ജനങ്ങൾ നല്ലൊരു വഴിയിൽ നടക്കും, ജനങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് ഒരു പാലമില്ല. ഒരു പാലം വന്നാൽ മാത്രമേ അവിടെ കൂടെ കുറച്ചുകൂടെ വണ്ടികൾ പോവുകയും കുറച്ചുകൂടെ ആൾക്കാർ പോവുകയും നടക്കും. അപ്പോൾ എന്തു ചെയ്യും? നമ്മളെ മന്ത്രിമാരും ചില ആൾക്കാരൊക്കെ ആലോചിച്ച് അവിടെ ഒരു പാലം പണിയും. അവിടെ നല്ലൊരു പാലം പണിയുമ്പോൾ എന്ത് പറ്റും? ആ പാലത്തിൻ്റെ അടിയിൽ രാത്രിയാകുമ്പോൾ പല കൊട്ടേഷൻ ടീമുകളും പല എം കച്ചവടക്കാരും പല മോശമായ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരും അവിടെ വന്നുകൂടും. അവരെ